പെട്ടെന്നൊരു ഹെയർ ലോസ് എനിക്കുണ്ടായി. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു പനി വന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ട് എനിക്ക് ഇത് വന്നത് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹെയർ ലോസ് വന്നത്. അതൊരു പെർമനന്റ് ഹെയർ ലോസ് അല്ല, ടെമ്പററി ആണ്. പെട്ടെന്നൊരു പനി വന്നു, അതല്ലെങ്കിൽ പ്രശ്നം വന്നു, അല്ല ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം കൈകൊണ്ട് പയ്യെ പിടിച്ചു നോക്കിയാൽ മതി. അപ്പോഴത്തേക്കും കയ്യിൽ നിറച്ച് മുടി, അല്ലെങ്കിൽ ആ ബെഡിന്റെ അവിടെ നിറച്ച് മുടികളാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. ഈ ഒരു കണ്ടീഷന്റെ പേര് ടിലോജൻ എഫ്ലൂവിയം എന്നാണ്. അങ്ങനെ വരാറുള്ളൊരു കേസാണ്. മുടികൾക്ക് പല ഫേസുകളാണ് ഉള്ളത്. സാധാരണഗതിയിൽ 4 ഫേസുകളാണ് ഉള്ളത്. അനാജൻ ഫേസ്, കാറ്റജൻ ഫേസ്, ടെലോജൻ ഫേസ്, എക്സോജൻ ഫേസുകളാണ് നമ്മുടെ മുടികൾ കാണപ്പെടാറുള്ളത്. അതിൽ നല്ലൊരു ശതമാനം മുടികളും ആദ്യത്തെ വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ഉള്ളത്. അതൊരു യൂഷ്വലി ഒരു 4 to 6 years അല്ലെങ്കിൽ 7 years അനാജൻ ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസിലായിരിക്കും വളർച്ചയുടെ മുടി വളർന്നുകൊണ്ടിരിക്കും. 4 to 6 years നമ്മൾ പറയുന്നത് നമ്മുടെ സ്കാൾപ്പിലെ മുടികൾക്കാണ്, വളർച്ചയുടെ കാലഘട്ടമാണ്. അതേസമയം നമ്മുടെ ക്യൂബിക് ഹെയർസ് അതല്ലെങ്കിൽ ഐബ്രോയുടെ ഹെയർസ് ഒക്കെ അത്രയില്ല, അത് കുറച്ചേ ഉള്ളൂ, അത്രയും വളർച്ചയുടെ കാലഘട്ടമില്ല. ഇതിന് ഈ വളർച്ചയുടെ കാലഘട്ടം കഴിഞ്ഞുള്ളൊരു കാലഘട്ടമാണ് കാറ്റജൻ ഫേസ്. ആ ഫേസ് എന്ന് പറയുന്നത് വളരെ ചെറിയ കുറച്ച് വീക്സിലേക്കുള്ളൂ, 2 to 4 വീക്സിലേക്കേ ഉള്ളൂ. അപ്പോൾ അത് വളർച്ചയില്ല, പക്ഷേ ഷെഡിങ്ങും ഇല്ല. അങ്ങനെ ഒരു കാലത്ത് നിൽക്കുവാണ്. പിന്നെ വരുന്നതാണ് ടെലോജൻ ഫേസ്. ടെലോജൻ ഫേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ചയില്ല, ഷെഡിങ് ഇല്ല. പക്ഷേ അതേസമയം കാറ്റജൻ ഫേസിൽ വളർച്ച വളരെ കുറവാണ്. അനാജൻ ഫേസിൽ വളർച്ച വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡിൽ എടുക്കുകയാണെങ്കിൽ ഒരു 80 to 85% ഹെയർസും അനാജൻ ഫേസിലേക്കായിരിക്കും. വളരെ ചെറിയ ശതമാനം ഹെയർസ്, ഒരു മേ ബി ഒരു 10 to 15% ഹെയർസ് ആയിരിക്കും ടെലോജൻ ഫേസിലുള്ളത്. എക്സോജൻ ഫേസ് എന്ന് പറഞ്ഞാൽ മുടികൾ പൊഴിഞ്ഞു പോകുന്ന, കംപ്ലീറ്റ്ലി പൊഴിഞ്ഞു പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ടെലോജൻ ഫേസിലേക്ക് പെട്ടെന്ന് എല്ലാ ഹെയർസും കൂടി വന്നു കഴിയുമ്പോഴാണ് ആളുകൾക്ക് ടെൻഷനാണ്. പെട്ടെന്ന് പനി കഴിഞ്ഞു എല്ലാ മുടിയും പെട്ടെന്ന് പോയി, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് പെട്ടെന്ന് മുടി ഒഴിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞുള്ളൂ, അപ്പോഴത്തേക്കും മുടി ഒഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. അതെന്താണ് പറ്റുന്നത്? ആ ഒരു സ്ട്രെസ്സ് കാരണം ഈ നമ്മുടെ മുടികളെല്ലാം ഈ ടെലോജൻ ഫേസിലേക്ക് വന്നതാണ്. യൂഷ്വലി കാണപ്പെടാറുള്ളത് പ്രസവത്തിന് ശേഷം, അതല്ലെങ്കിൽ തൈറോയിഡ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ, പിന്നെ വൈറ്റമിൻ ഡി ഡിഫിഷ്യൻസി ഉള്ളവർക്ക് കൂടുതൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഫേസുകളിലാണ് ഇത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ മാറിക്കഴിയുമ്പോൾ 2 to 3 months അത് തന്നെ ഓക്കെ ആയിക്കോളും. വൈറ്റമിൻ ഡി ഡിഫിഷ്യൻസി ഉള്ളവർ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ നഷ്ടപ്പെട്ട മുടികൾ, ടെലോജൻ ഫേസിൽ നഷ്ടപ്പെട്ട മുടികൾ പിന്നെയും വളർന്ന് വന്നോളും. നമ്മുടെ മുടി വളർന്നു വരുന്നത് ബേസിക്കലി ഒരു ഫോളിക്കിളിൽ നിന്നാണ്. ആ ഫോളിക്കിളിൽ നിന്ന് പിന്നെയും മുടികൾ വളർന്നു വന്നോളൂ. ടെമ്പററി ലോസ് മാത്രമാണ്. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി വേറെ വലിയ ട്രീറ്റ്മെൻറ്റോ ഹെയർ ട്രാൻസ്പ്ലാന്റിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. ആ കറക്റ്റായിട്ട് ഇത് ടെലോജൻ എഫ്ലൂവിയം ആണെന്ന് ഡയഗ്നോസ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക. പിന്നെ വളരെയേറെ സ്ട്രെസ് ഉള്ളവർക്കും ഇതേ ഫേസ് വരാം. അപ്പം പറ്റുമെന്നുള്ളവർ ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോർമലി ഈ കാലഘട്ടം മറികടക്കാവുന്നത് മാത്രമേ ഉള്ളൂ. സ്ട്രെസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല.